ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളിയല്ലേ? ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബിറ്റ്വീൻ റോക്സ്. പാലായിൽ നിന്ന് തൊടുപുഴ പോകുന്ന വഴിക്ക് കൊല്ലപ്പള്ളി കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം. 2 പാറകൾ തുരന്നുണ്ടാക്കിയ ഇതുപോലുള്ള റോഡാണ്. ഇതിലൂടെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഇത്രേ സ്ഥലമുള്ളൂ, വേറൊന്നും കാണാനില്ല. വ്യൂ ഒക്കെ അടിപൊളിയാണ്, കണ്ടില്ലേ? ഈ വഴിക്ക് പോകുകയാണെങ്കിൽ ഇവിടെ കയറുന്നതിന് ഒരു നഷ്ടവും ഇല്ല. ഇഷ്ടപ്പെട്ടില്ല? നല്ലല്ലേ? ഇവിടേക്ക് വരാനുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി യാത്ര ചെയ്തു. ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നറിഞ്ഞു. അവിടേക്ക് പോകാനാണ് തീരുമാനം. ഇവിടെ ഒരു സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തി. ആൾതാമസമൊക്കെ കുറഞ്ഞ ഒരു ഏരിയ ആണിത്. വഴിക്കൊരു മരംകുത്തിയെ കണ്ടു. ഇതൊരു നാട്ടുമരംകുത്തിയാണ്. അവൻ മരമൊക്കെ കൊത്തി ഉല്ലസിച്ച് നടക്കുവാണ്. പിന്നെ ഞങ്ങൾ കുറെ കൂടി നടന്നു. ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലാണ് ഞങ്ങൾ എത്തിയത്. ഈ സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ശാന്തമായ സ്ഥലം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് പാമ്പനാൽ വെള്ളച്ചാട്ടം. ഇവിടേക്ക് വരാനുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇവിടെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഇപ്പോൾ വെള്ളം കുറവായതിനാൽ പേടിക്കേണ്ട കാര്യവുമില്ല. ഇവിടെ വെള്ളം വന്ന് വീഴുന്ന സ്ഥലം കണ്ടോ? പാറക്കഷ്ണം കീറി വെച്ച് സെറ്റ് ചെയ്തേക്കുവാണ്. എനിക്കിവിടെ ഏറ്റവും ആകർഷണമായി തോന്നിയത് ഇതാണ്. ഇവിടെ കണ്ട ചേട്ടനോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഇതിങ്ങനെ പണിക്കാരെ കൊണ്ട് കൊത്തിയിട്ടതാണെന്നാ ചേട്ടൻ പറഞ്ഞത്. സൈഡിൽ അധിനിവേശ സസ്യമായ കമ്മ്യൂണിസ്റ്റ് പച്ച പൂത്തു നിൽപ്പുണ്ട്. കണ്ടോ, പടർന്ന് പന്തലിച്ചേക്കുന്ന ഒരു മരം. ഈ മരത്തിന്റെ ചുവട്ടിൽ നല്ല തണുപ്പാണ്. ഇവിടുത്തെ കാഴ്ചകളും കണ്ട് ചേട്ടനുമായി കുറേ നേരം സംസാരിച്ചു നിന്നു. ഈ മരത്തിൻ്റെ പൂവാണ്. ഇതെന്ത് മരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ വെള്ളച്ചാട്ടത്തിന് വേറെയും വ്യൂ പോയിന്റ് ഉള്ളതാണ്. സമയം ഒരുപാട് ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിയിൽ ഒരു കൂട്ടം പൂത്താങ്കിരികളെയും കണ്ടു. അടുത്ത കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.